വിനോദ് വിനോദ് അതിജീവനത്തിന്റെയും ചേർത്തുപിടിക്കലിന്റെയും ഒരു സംഭവമാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അറിയിക്കുന്നത്. ഈ ചേർത്തുപിടിക്കൽക്ക് മുന്നിലാണ് പ്രളയങ്ങളും പ്രകൃതി ദുരന്തങ്ങളും തോറ്റുമടങ്ങുന്നത്. ആദ്യമായി കാണുന്ന നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒഴുക്കിൽപ്പെട്ട വിനോദിനെ മണിക്കൂറുകൾക്കകം രക്ഷിച്ചത് പ്രദേശത്തെ 3 യുവാക്കളായ മത്സ്യത്തൊഴിലാളികൾ. പൊന്നാനി കർമ്മ റോഡിൽ ഉല്ലാസ ബോട്ട് കരക്കടിപ്പിക്കുന്നതിനിടെയാണ് ബോട്ട് ജീവനക്കാരനായ വിനോദും കൂട്ടരും അപകടത്തിൽപ്പെടുന്നത്. ശക്തമായ കുത്തിയൊഴുക്കിൽ ഉല്ലാസ ബോട്ട് ഒഴുക്കിൽപ്പെടുകയും കെട്ടിവെച്ചിരുന്ന കയർ പൊട്ടിപ്പോവുകയും കൂടെയുണ്ടായിരുന്ന 2 പേർ കരയിലേക്ക് നീന്തിക്കയറുകയും ചെയ്തു. ശേഷിച്ച കയർ കഷ്ണം ഒറ്റപ്പെട്ടു നിൽക്കുന്ന തുരുത്തിയിലെ പനയിലേക്ക് വലിച്ചു കിട്ടുന്നതിനിടെ ബോട്ട് ഗതിമാറി പോവുകയുമാണുണ്ടായത്. പിന്നീട് ബോട്ട് കരയിലേക്ക് ചേർന്ന് സുരക്ഷിതമായി കെട്ടിനിർത്തുകയും ചെയ്തു. എന്നാൽ ശക്തമായ ഒഴുക്കിൽ അകപ്പെട്ട വിനോദിന് നീന്തിക്കയറാൻ സാധിക്കാതെ അക്കരെ ഒറ്റപ്പെട്ട തുരുത്തിൽ അരക്കുപ്പം വെള്ളത്തിൽ നിന്നത് 1 മണിക്കൂറിലധികം. സംഭവസ്ഥലത്തേക്ക് ഉടൻ പൊന്നാനി തീരദേശ പോലീസും ഫിഷറീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും റെസ്ക്യൂ ടീമും എത്തി. ശക്തമായ ഒഴുക്കുള്ളതിനാൽ മറുകരയിലേക്ക് എത്തിച്ചേരുന്നത് വളരെ പ്രയാസമായിരുന്നു. ഫയർഫോഴ്സ് സംഭവസ്ഥലത്ത് എത്തി നിരീക്ഷിക്കുന്നതിനിടെ നാട്ടുകാരായ 3 മത്സ്യത്തൊഴിലാളികൾ മെഷീൻ ഘടിപ്പിച്ച ചെറുവഞ്ചിയിൽ ഉദ്യോഗസ്ഥരുടെ ലൈഫ് ജാക്കറ്റുമായി പുറപ്പെട്ടു. ശക്തമായ ഒഴുക്കിനെ അതിജീവിച്ച് ഒറ്റപ്പെട്ടു നിന്ന വിനോദിനെയും വഞ്ചിയിൽ കയറ്റി. ഇക്കരയിൽ കൂടി നിന്ന ആയിരങ്ങൾ സന്തോഷത്തോടെ ആർപ്പു വിളിച്ചു. മത്സ്യത്തൊഴിലാളികളായ ജലീൽ കുറ്റിക്കാട്, ആരിഫ് അഴീക്കൽ, സമീർ അഴീക്കൽ എന്നിവരാണ് ശക്തമായ കുത്തൊഴുക്കിനെ അതിജീവിച്ച് വിനോദിനെ രക്ഷിച്ചത്. അവർ വിനോദിനെയും കൂട്ടി കരയിൽ നെഞ്ചിടിപ്പോടെ കാത്തിരുന്ന തന്റെ അമ്മയുടെ കൈകളിലേക്ക് സുരക്ഷിതമായി ഏൽപ്പിക്കുന്നതും അമ്മ നെഞ്ചോട് ചേർക്കുകയും ചുടുചുംബനം നൽകുകയും ചെയ്യുന്ന കാഴ്ച ഏവരെയും സന്തോഷത്തോടെ കണ്ണു നനയിപ്പിച്ചു. പിന്നീട് കൂടി നിന്ന കൂട്ടുകാരിൽ സന്തോഷം പങ്കിടുകയും തന്നെ രക്ഷപ്പെടുത്തിയവർക്ക് നന്ദി പറയുകയും ചെയ്തു. ഇത്തരം അവിടെ ബോട്ടിൽ 3-4 കയറായിട്ട് ബോട്ട് സേഫ്റ്റി കെട്ടിയിട്ടുണ്ട്. അപ്പം അത് വലിയൊരു ചണ്ടി കുടുങ്ങിയിട്ട് കയറ് പൊട്ടിയായിരുന്നു. പൊട്ടി പോകുമ്പോൾ ഞങ്ങൾ മാട്ടുമ്പോൾ ഞാൻ ചാടി. കാരണം അവിടെ ഒരു പനമ ചിറ്റാൻ വേണ്ടിയിട്ട് അത് ചുറ്റി പിടുത്തം കിട്ടിയില്ല. ആ പോക്ക് പോയി ഞാൻ മാട്ടുമ്പോൾ തന്നെ സേഫ്റ്റിയിലേക്ക് അവിടെ നിന്ന് ബോട്ട് ഇറങ്ങിപ്പോയി. പിന്നെ ഇവരൊക്കെ വന്നിട്ടാണ്, നാട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു, വന്നിട്ടാണ് അന്ന് രക്ഷപ്പെട്ടത്. പേടിക്കാനും ഞാൻ കുറേ നേരം ഒരു 3/4 മണിക്കൂറോടെ ഉണ്ടാവും. കുറേ നേരം അവിടെ ഇരുന്നുണ്ടായിരുന്നു. പേടിക്കുള്ളൂ, ഞാൻ നീന്താൻ വേണ്ടി നിന്നിരുന്നാണ്. അപ്പം എന്തായാലും വേണ്ട, മൊഞ്ചി വരുന്നുണ്ട് പറഞ്ഞപ്പോൾ വെള്ളം കൂടുതലാണ്, നല്ല വലിച്ചിലാണ്. ഫിഷേഴ്സിന്റെ ആൾക്കാരാണ്. കേരള സംസ്ഥാനത്ത് ഇതേപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ, ഈ പ്രളയ സാധ്യത ആഗസ്റ്റ് മാസം എന്നൊക്കെ പറയുമ്പോൾ തന്നെ 2018 വീണ്ടും ആവർത്തിക്കുമെന്നുള്ള ഒരു ആശങ്കയിൽ നിൽക്കുന്ന സമയത്താണ് ഇവിടെ നമ്മളെ സംബന്ധിച്ചിട്ട് ഈ ഭാരതപ്പുഴയിലൂടെ ഇപ്പോൾ കഴിഞ്ഞു വരുന്ന വെള്ളത്തിൻ്റെയും അതോടൊപ്പം പ്രകൃതിക്ഷോഭം മൂലം ഇപ്പോൾ തന്നെ നമ്മുടെ വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വളരെ പ്രയാസപ്പെട്ടു. നഗരസഭയുടെ ഭാഗത്തു നിന്ന് നമ്മൾ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഇന്ന് ഇങ്ങനത്തെ ഒരു ദുരന്തം കൂടി ഇവിടെ ഉണ്ടായത്. കാരണം നമ്മുടെ വിനോദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 4ാം വാർഡിലുള്ള ആ പടിയത്ത് വിനോദ് എന്ന് പറഞ്ഞ കക്ഷി ബോട്ട് കെട്ടുന്ന വിഷയത്തിലൂടെ കയറ് പിടിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തായി ആ ഒഴുക്കിൻ്റെ ഇടയിൽ അവന് മാട്ടുമിലേക്ക് കയറേണ്ട ഒരു അവസ്ഥ വന്നു, കയറ് വിട്ടു പോകേണ്ട ഒരു അവസ്ഥ വന്നു. പക്ഷെ അവിടെ ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിൽ നിന്ന് ഇവിടെ എല്ലാവരെയും വേണ്ട ലെവലിൽ നമ്മുടെ നിയമപരമായിട്ട് എല്ലാവരെയും അറിയിച്ചു. പക്ഷെ അവിടെ എന്തായാലും നമ്മുടെ എന്ത് കാര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്ന ആളുകൾ നമുക്ക് ഏറെ കാലം നമുക്ക് അവരെ ആദരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം അവിടെ നമ്മളെ പറയുന്ന പോലെ കുറ്റിക്കാടുള്ള ഒരു ജലീൽ കുറ്റിക്കാട് മത്സ്യത്തൊഴിലാളിയും അതോടൊപ്പം തന്നെ ആരിഫ് അഴീക്കൽ എന്ന് പറഞ്ഞവനും അതോടൊപ്പം തന്നെ സമീർ അഴീക്കലും, ഇവർ 3 പേരും. ഇത്തരം സംഭവങ്ങൾ ദുരന്തമായി ഇനി മാറാതിരിക്കാൻ ഏറെ ശ്രദ്ധ ചെലുത്തണമെന്നും മുൻ നഗരസഭാ കൗൺസിലർ അഭിപ്രായപ്പെട്ടു.